എയും ബിയും കൂടി ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അനുപാതം 2:3 അവർ ഒരുമിച്ച് ഒരു ജോലി തീർത്തപ്പോൾ 800 രൂപ കൂലി ലഭിച്ചു എങ്കിൽ എയുടെ വിഹിതം എത്ര? ഇവരൊരു ജോലി തീർത്തു, ഇവർക്ക് രണ്ടാൾക്കും കൂടി 800 രൂപ കൂലി ലഭിച്ചു. എങ്ങനെയാണെങ്കിൽ എക്ക് കൊടുക്കേണ്ട പൈസ എത്ര? അതാണ് ചോദിച്ചത്. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എയുടെയും ബിയുടെയും ജോലിയുടെ അനുപാതമാണ് ഇത് നമുക്ക് ഇതിൽ കണ്ടെത്തേണ്ടത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അനുപാതം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ അനുപാതമാണ് 2:3 എൻ്റെയും ബിൻ്റെയും. ഇനി അതേപോലെ എയുടെയും ബിയുടെയും ജോലിയുടെ അനുപാതം കാണണം. ഇതിന് നേരെ റിവേഴ്സ് ഇട്ടാൽ മതി. ഇത് നേരെ വിപരീത അനുപാതമായിരിക്കും. 3:2 ആണ് ഇവിടെ ജോലിയുടെ അനുപാതം. ഇനി ഇവർക്ക് രണ്ടാൾക്കും കിട്ടിയ ആകെ തുക 800 ആണ്. ആകെ പൈസ 800. 800 ഇൻറ്റു ഈ 3 രണ്ടും കൂട്ടുക 5. ടോട്ടൽ 5 ഭാഗങ്ങളാണുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ വിഹിതം എത്രയാണ്? അപ്പം 3. ഇനി ഇതിനെ കട്ട് ചെയ്യണം. നമുക്കറിയാം 8ൽ 5 1 പ്രാവശ്യം, ബാക്കി 3 ഉണ്ടാവും. ഇവിടെ 30. 30ൽ 6 5 പ്രാവശ്യം, ഈ 0. 160 ഇൻറ്റു 3. പിന്നെ 100 ഇൻറ്റു 3 300ഉം 60 ഇൻറ്റു 3 150. 300ഉം 150 480 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എ, ബി, സി ഒരു ജോലി യഥാക്രമം 6, 8, 12 എന്നീ ദിവസം കൊണ്ട് തീർക്കും. ഇവർ ഒരുമിച്ച് ഒരു ജോലി ചെയ്തു. 1350 രൂപ ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ബിക്ക് ലഭിച്ച തുക എത്ര എന്നാണ് ചോദിച്ചത്. എ ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കും, ബി ഒരു ജോലി 8 ദിവസം, സി ഒരു ജോലി 12 ദിവസം കൊണ്ട് വേണം തീർക്കാൻ. ഇവർ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർക്ക് 1350 രൂപ പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. നമുക്ക് റേഷ്യോയിലേക്ക് മാറ്റാം. A:B:C. എ ഒരു ജോലി 6 ദിവസം, ബി ഒരു ജോലി 8 ദിവസം, സി ഒരു ജോലി 12 ദിവസം. ഇത് ഇവർ ചെയ്ത ജോലിയുടെ ദിവസങ്ങളുടെ റേഷ്യോയാണ് ഇവിടെ നിൽക്കുന്നത്. ജോലിയുടെ റേഷ്യോയിലേക്ക് മാറ്റണം. അതിനു വേണ്ടി ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ 2 റേഷ്യോ ഉള്ളപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇനി 3 അനുപാതങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ എൽസിഎം കാണാം. അപ്പോൾ 6, 8, 12 എൽസിഎം കാണാം. എൽസിഎം നമുക്ക് 24 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ A:B:C 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടും. 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. 24നെ 12 കൊണ്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ റേഷ്യോ ഇവിടെ കിട്ടിയത് 4:3:2. ഇവിടെ ആകെ ലഭിച്ച തുക 1350. നമ്മൾ 1350നെ ഇൻറ്റു ആരുടെ ചോദിച്ചാൽ ബിയുടെ തുക വെച്ചാൽ ബിന്റെ റേഷ്യോ ഇവിടെ 3 കിട്ടും. ഡിവൈഡഡ് ബൈ ഇത് ടോട്ടൽ കൂട്ടുക 4 + 3 + 2 4 3 7 2 9. ഇനി ഇതിനെ കട്ട് ചെയ്യണം. ഇവിടെ 13 എടുക്കാം. 13ൽ 9 ഒരു പ്രാവശ്യം പോകും. ബാക്കി 4. 45ൽ 9 5 പ്രാവശ്യം പോകും. പിന്നെ ഈ 0 ഇവിടെ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിനെ കട്ട് ചെയ്യും. 150 × 3 എന്ന് പറഞ്ഞാൽ 450 രൂപയാണ് ബിക്ക് ലഭിച്ചത്.